അപ്പൊ ഗൈസ് ഞങ്ങള് ഇതാ വള്ളത്തിൽ കയറി യാത്രയാണ് 1/2 മണിക്കൂർ. ഇവര് പറയുന്നത് 5 കിലോമീറ്റർ ഈ വെള്ളത്തിൽ കൂടെ യാത്രയാണ്. ചെറിയ ദ്വീപിലൊക്കെ നിർത്തി അങ്ങനെ പോകുന്നാണ് ഇവര് പറയുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പൊ അമ്മയും മോനും എന്തേ ഫ്രണ്ടില് സെറ്റ് ആയിട്ടിരിക്കുക, എന്നെ പുറകെ കൊണ്ട് തള്ളിയിരുത്തി. എന്നെ മൈൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവർ രണ്ടാളും ഫ്രണ്ടിൽ പോയിരിക്കുക. അമ്മയും മോനും എന്നെ ഒഴിവാക്കി ഗൈസ്. അപ്പൊ നമുക്ക് വെള്ളത്തിലോട്ടുള്ള യാത്രയൊക്കെ കണ്ട് പോവാട്ടോ. കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ യാത്ര ചെയ്ത് പോകുന്നാണ് പറയുന്നത്. ഞങ്ങളെ തിരിച്ച് ഇതിൽ തന്നെ തിരിച്ചു കൊണ്ടുവരത്തില്ലേ പറയുന്നത്. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കാശ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ചേട്ടന്റെ ബോട്ടിലാണ്, വള്ളത്തിലാണ് അപ്പൊ നമ്മൾ പോകുന്നത്. നമുക്ക് കാഴ്ച കാണാട്ടോ. അതെ, ഇഷ്ടപ്പെട്ട കാശ് മതി എന്ന് പറഞ്ഞു. വെള്ളം പോകാൻ പോകുന്നുണ്ട്, നിങ്ങൾ കയറിക്കും. കാശൊന്നും ഇപ്പൊ വാങ്ങിച്ചിട്ടില്ല. വെള്ളം യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിട്ട് മാത്രം കാശ് കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ദാ നമ്മൾ തുടങ്ങിട്ടോ. നമ്മൾ അവിടെ നിന്നാ പോകുന്നേ. അവിടുന്ന് കഴിച്ച് നമ്മളിതാ വള്ളത്തില് ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് അവിടെ എഴുതി വെച്ച ബോർഡില്. നമുക്ക് കാണാം. ആസ്വദിച്ചിരിക്കുവാണ്, വള്ളത്തിലേക്ക് നോക്കുന്നേ ഇല്ല. അവിടെ അപ്പുറത്ത് ഒരു ചേച്ചി കാലുണ്ടോ, അമ്മയും കാലൊക്കെ ഇട്ട് പുറത്തോട്ടിരുന്നുണ്ട്. അപ്പൊ അത് പറ്റത്തില്ലാന്ന് പറഞ്ഞു. ഞങ്ങളെ വെള്ളം ഇടയ്ക്ക് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നിന്നു. അപ്പൊ ചേട്ടനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും തുടരുകയാണ്. അത് കാഴ്ച കണ്ട് തിരിച്ചു പോകുന്നവരാണെന്ന് തോന്നുട്ടോ. ചേട്ടൻ പറയും ഇവിടെ വെള്ളത്തിലിട്ട് നനച്ചോണ്ടിരുന്നപ്പോ അതൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നത്. അമ്മ ഇട്ട് നോക്കി. ആദ്യമായിട്ടാണ് അമ്മ വെള്ളത്തിൽ പോണേ. വെള്ളം കാണുന്നത് നല്ല രസം തൊട്ട കാണാൻ. ഓരോ ചെറിയ ചെറിയ തുരുത്തായിട്ടാണ് ഇവിടെ. വെള്ളത്താൽ കെട്ടപ്പെട്ട് കിടക്കുന്ന ദ്വീപുകളാണ് ഞങ്ങൾ താമസിക്കുന്ന ഐലൻഡാണ്. സെന്റ് തോമസ് ഐലൻഡ്. 63 വീടുകളുണ്ട്. ഈ കാണുന്നത് ഫാത്തിമ ഐലൻഡ് എന്ന് പറയുന്ന ഐലൻഡ്. 110 വീടുകളുണ്ട്. ഈ വഴി ഒരു 2 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ കടലായി. അഷ്ടമുടി കായലും അറബിക്കടലും ഒന്നിച്ചു ചേരുന്ന സ്ഥലമായി. നീണ്ടകരയൊക്കെ എന്ന് പറഞ്ഞ സ്ഥലമായി. അങ്ങോട്ടാണ് കൊല്ലത്തോട്ട് പോകുന്ന വഴി. അത് ബൈപ്പാസ് പാലം. കൊല്ലം കാവനാട് പുതിയപുരം ബൈപ്പാസ് പാലം. ചേട്ടൻ നമുക്ക് എല്ലാ സ്റ്റോറിയോടും പറഞ്ഞു തരുന്നുണ്ട്. ചേട്ടന്റെ വീട് അങ്ങ് ആ ഐലൻഡിലാന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ വെള്ളത്തിടരുതെന്ന്. ചെറിയ ചെറിയ തുരുത്തില്ല. അത് കെട്ടാണോ? കരിമീനൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന മീൻ അതാദ്യം കരിമീനൊക്കെ ഇട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഫാമാന്ന് പറയുന്നേ. അങ്ങോട്ട് ചെല്ലുമ്പോ കുറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതെല്ലാം കണ്ട് യാത്ര ചെയ്യാട്ടോ.
യാത്രയൊക്കെ നല്ല രസമുണ്ട്. അമ്മ അത് കണ്ട് ചിരിച്ചിരിക്കുക. നോക്കട്ടെ, കണ്ടോ? ഇങ്ങോട്ടൊന്നും അധികം ആരും ഇറങ്ങാത്തോണ്ടാണ്. ഇവിടെ ഒന്നും പ്ലാസ്റ്റിക് വന്നിട്ടില്ല. അങ്ങ് നമ്മള് അന്നേരത്തെ ഇറങ്ങി നടന്ന സ്ഥലത്തൊക്കെ കൂടുതലും പ്ലാസ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കൂടുതൽ ആളുകൾ വന്ന സ്ഥലത്ത് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത് തെറ്റാണ്. ഇപ്പൊ ഈ സ്ഥലം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ അന്നേരത്തെ അവിടെ ഇറങ്ങിയപ്പോ എല്ലാം കുത്തി മറിഞ്ഞ് ഉള്ള വേസ്റ്റും പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും എല്ലാം ഉണ്ട്. കുട്ടികളുടെ ഡൈപ്പേഴ്സ് വരെ അവിടെ ഒഴുകി കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ കാണണമെങ്കിൽ അതെല്ലാം ചെയ്യാണ്ടിരിക്കുന്നതാണ് വളരെ നല്ലത്. അതെ, അവിടെ എല്ലാം കാഴ്ചകൾ കണ്ട് അവര് തിരിച്ച് വരുന്നവരാണ് തോന്നുന്നു. ഈ പ്രദേശത്ത് ഇത് 2-3 കൂടുതലായിട്ട് കാണുന്നത്. ഓരോന്നിന്റെ ഇലകൾ തപ്പി നോക്കുമ്പോൾ അതിന്റെ വ്യത്യാസം മനസ്സിലാവും. അങ്ങോട്ട് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, കാണിച്ചില്ല. 2 തരം മാത്രമേ ഉള്ളൂ, 2 സൈസ് മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടെ 4 ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോ ഇവിടെ കൂടുതലും കണ്ടൽ മരങ്ങളുണ്ട്. അപ്പൊ ചേട്ടൻ പറയുന്നത് വ്യത്യസ്തമായ കണ്ടൽ മരങ്ങളുണ്ട് ഇവിടെ. മെയിൻ ആയിട്ട് 2 കണ്ടുവരുന്നേ. ഓരോന്നിന്റെ ഇലയ്ക്ക് തന്നെ വ്യത്യാസമുണ്ട്. അപ്പൊ ചേട്ടനെല്ലാം കണ്ട് പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കൊച്ചി കൊക്ക്, അവിടെ ഒരു കൊക്ക് നിക്കുന്നുണ്ട്. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. റിസോർട്ടാണ്. ഐലൻഡിന്റെ പേരുണ്ടോ? നാസ്കേഡ് ഐലൻഡ്. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കും. കിലോയ്ക്കാണ് ഒരു മീനെ വിട്ട് തൂക്കത്തിനനുസരിച്ചാണ് അവർ റേറ്റ് വരുന്നത്. അപ്പൊ ഈ റിസോർട്ടിൽ തന്നെ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കായിട്ടുള്ള ഫിഷൊക്കെ വളർത്തുന്ന സ്ഥലമാണ്. അവിടെ കെട്ടി നിർത്തിക്കണ വല്ല നെറ്റൊക്കെ വെച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള മീനും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ചേട്ടൻ പറയുന്നത്. അപ്പോ ആ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത്. വെയിലുണ്ടെങ്കിലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. ആ കണ്ടൽ മരങ്ങളുടെ ഇടയിൽ കൂടിയാ പോകുന്നേ തോന്നുന്നു. ആ കമ്പി വേലിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ആ സ്ഥലത്തും മീൻ വളർത്തുന്ന സ്ഥലമാണ്. നമ്മള് ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടിയാണ് പോകുന്നത്. അതിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ആ, ഞാൻ പറയുമ്പോ എഴുതാനുള്ള വീഡിയോ അതെ, തൊപ്പി വാങ്ങാൻ പറഞ്ഞിട്ട് തൊപ്പി വേണ്ടെന്ന് പറഞ്ഞ